ജനഹൃദയങ്ങളിൽ എനിക്കുള്ള സ്വാധീനം മറ്റാർക്കുമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയാകാൻ സർവാത്മനാ യോഗ്യൻ ഞാനാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന തരത്തിലേക്ക് ശശി തരൂർ എത്തിയിരിക്കുന്നു എന്നാണോ ഈ തുറന്നു പറച്ചിലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം വിട്ട് രാഷ്ട്രീയ ചിന്തകളുമായി അവനെ വെട്ടി അവിടെ വെട്ടി ഇവിടെ വെട്ടി അവിടുന്ന് വെട്ടിച്ച് ഇവിടുന്ന് വെട്ടിച്ച് എന്നുള്ള ചിന്തകൾക്കപ്പുറം രാജ്യത്തെപ്പറ്റി വർത്തമാനകാല രാഷ്ട്രീയത്തെപ്പറ്റിയൊക്കെ നല്ല ബോധമുള്ള ആളുകൾ തലപ്പത്ത് വരുന്നത് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എം ഗോവിന്ദൻ നായരെ തോപ്പിച്ച നാടാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് തോമസ് ഐസക് ഇരിക്കുന്ന കാലത്ത് ലോട്ടറി വിവാദം അടക്കമുള്ള ഒരുപാട് ഇഷ്യൂസിൽ വി ഡി സതീശൻ ഇടപെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ ഒരാളാണ്. തീർച്ചയായിട്ടും. പക്ഷേ പ്രതിപക്ഷ നേതാവായപ്പോൾ ഇതുപോലൊരു കൂതറയെ ഞാൻ കണ്ടില്ല. ഭയങ്കരമായിട്ട് ദയനീയ പരാജയമായി. ഞാൻ കൂതറാന്നേ പറയുള്ളൂ. എനിക്ക് കാലണ മെമ്പർഷിപ്പ് മാത്രം മതി, ഇനി ഞാൻ അധികാര സ്ഥാനങ്ങളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിൽ തിരിച്ചു കയറി വന്ന മുരളീധരൻ. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കിയ നിയമമണ്ഡലം തിരുവനന്തപുരമാണ്. ഉമ്മൻചാണ്ടി പോലും ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരെ മറിച്ച് ഇപ്പോൾ സതീശൻ ചെയ്യുന്നത് എന്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ മുടക്കും. കേരളത്തിൽ വേണ്ട, കാവിക്കുപ്പായി വിട്ട് നടക്കുന്ന ആളല്ല, എപ്പോഴും എക്സിക്യൂട്ടീവ് സ്റ്റൈലിലാണ്. എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്ന അതുപോലുള്ള ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ശശി തരൂരിനെ LDF എടുക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നാൽ രാഹുൽ ഗാന്ധിയെങ്കിലും, സോണിയ പോട്ടെ, രാഹുൽ ഗാന്ധിയെങ്കിലും ഒരിക്കലും ശശി തരൂരിനെ പോലെ ഒരാളിനെ AICCയുടെ പ്രസിഡന്റ് ആക്കണമായിരുന്നു. അല്ല, അതെന്താണെന്നറിയാമോ? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാലിനെ പോലൊരു പുഴു, അത്തരത്തിലുള്ള ഒരുത്തനുള്ളിടത്തോളം കാലം രാഹുൽ ഗാന്ധി ചിന്തിക്കാനുള്ള കഴിവില്ല. പക്ഷെ അതും ആലോചിച്ചു, കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി ആണ് റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. അത് അംഗീകരിക്കില്ല എന്ന് പറയുന്ന കോൺഗ്രസ്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാഷ്ട്രീയ മേഖല അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിൽ കൂടിയും അത് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ചാനലുകളും, മുഖ്യധാരാ ചാനലുകളും, യൂട്യൂബ് ചാനലുകളും എന്ന് വേണ്ട എല്ലാ ചാനലുകളും അത് വെച്ചലക്കുന്നുണ്ട്. കാരണം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ 2 ലൈൻ മാത്രം അതിൽ നിന്ന് അടർത്തിയെടുത്ത് വിവാദമാക്കി എന്നൊക്കെ ഇപ്പോൾ ശശി തരൂർ പറയുമ്പോഴും ശശി തരൂർ സ്വീകരിച്ച നിലപാടുകൾ ശരിയായിരുന്നു? അതുമാത്രമാണോ ശരി? അതുകൊണ്ട് മാത്രമാണോ ഈ വിവാദങ്ങൾ കെട്ടടങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത്? ശാന്തിവിള ദിനേശ് നമ്മോട് പ്രതികരിക്കുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞു വെച്ചത് ചേട്ടൻ കേട്ടില്ലേ, ഈ ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് നമുക്കിന്ന് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് പൊതുമേഖലയിൽ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വച്ചലക്കുക. എന്നും ഒരു ചർച്ച വീതം ഉണ്ടായിരിക്കും. 1 or 2 ചർച്ച നടത്തുന്ന പല ചാനലുകളും ഉണ്ട്. യൂട്യൂബ് ചാനലുകളൊക്കെ ഇദ്ദേഹം പ്രധാനമന്ത്രി വരാകും എന്നൊക്കെ രീതിയിൽ വെച്ച് അലക്കുന്നുണ്ട്. 2026 ചിലപ്പോൾ മുഖ്യമന്ത്രിയാകും, അതിനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ UDFൻ്റെ പാനലിൽ മത്സരിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് 4 പ്രാവശ്യം വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ്. ജനഹൃദയങ്ങളിൽ എനിക്കുള്ള സ്വാധീനം മറ്റാർക്കുമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയാകാൻ സർവാത്മനാ യോഗ്യൻ ഞാനാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന തരത്തിലേക്ക് ശശി തരൂർ എത്തിയിരിക്കുന്നു എന്നാണോ ഈ തുറന്നു പറച്ചിലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ദിനേശേട്ടൻ മനസ്സിലാക്കുന്നത്? ഒന്ന്, ഇപ്പോൾ VK കൃഷ്ണമേനോൻ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തെങ്ങടയാളത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് തിരുവനന്തപുരം പാർലമെൻറ്റിൽ ജയിച്ച ആളാണ്. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന ജയശങ്കർ, ഒരു പരിധി വരെ വേണമെങ്കിൽ ഗഡ്കരി. അതായത് 24 മണിക്കൂറും ഈ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം വിട്ട് രാഷ്ട്രീയ ചിന്തകളുമായി അവനെ വെട്ടി അവിടെ വെട്ടി ഇവിടെ വെട്ടി അവിടുന്ന് വെട്ടിച്ച് ഇവിടുന്ന് വെട്ടിച്ച് എന്നുള്ള ചിന്തകൾക്കപ്പുറം രാജ്യത്തെപ്പറ്റി വർത്തമാനകാല രാഷ്ട്രീയത്തെപ്പറ്റിയൊക്കെ നല്ല ബോധമുള്ള ആളുകൾ തലപ്പത്ത് വരുന്നത് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അറിഞ്ഞോ അറിയാതെയോ മാധവിക്കുട്ടി തിരുവനന്തപുരം പാർലമെൻറ്റ് മത്സരിച്ചപ്പോൾ ഞാനായിരുന്നു ഇന്നയൻ്റ്. കാരണം ഇടതുപക്ഷ മുന്നണി അവരുടെ ഇന്നയൻ്റ് ആവാനുള്ള സീറ്റിൻ്റെ മുഴുവൻ എഴുതി വാങ്ങിച്ചിരുന്നു. അങ്ങനെ വെള്ളായണി ജംഗ്ഷനിലുള്ള വെള്ളായണി മുക്കിലുള്ള ബൂത്തിലെ മാധവിക്കുട്ടിയുടെ ഇന്നയൻ്റ് ഞാനായിരുന്നു. ഞാൻ പറയുന്നത് ONV കുറുപ്പ് സാറിനെ തോൽപ്പിച്ച നാടാണ്. അതെ, അതും ആര് തോൽപ്പിച്ചെന്ന് നിങ്ങൾ ആലോചിച്ചു. ഒരു രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ തോൽപ്പിച്ച നാടാണ്. എം ഗോവിന്ദൻ നായരെ തോൽപ്പിച്ച നാടാണ്. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ തോൽവികൾ പറയാനുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പോൾ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അദ്ദേഹത്തിനൊരു രാഷ്ട്രീയക്കാരൻ്റെ വേഷം പോലും ഇല്ല. ഒരു സെക്രട്ടേറിയറ്റിലെ ഒരു അണ്ടർ സെക്രട്ടറി ഡ്രസ്സേ ഉള്ളൂ. എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിന്. നമ്മുടെ വിദേശകാര്യ നയങ്ങളെക്കുറിച്ചായാലും ശരി, ലോകത്തെവിടെയെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുന്നതിലായാലും ശരി, ജയശങ്കറിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ഈ ശൂലവും കാവ്യം കൊണ്ട് നടക്കുന്ന സ്റ്റൈലല്ല, പഴഞ്ചൻ ചിന്തയല്ല. അതാണ് ഞാൻ പറയാൻ വന്നത്.
അപ്പോൾ കേരളത്തിൽ നിങ്ങളെടുക്കൂ, കേരളത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് എടുക്കൂ. കോൺഗ്രസ്സിൽ ജനപ്രിയനായ ഒരു നേതാവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വർത്തമാനകാല ഇതിൽ ഉമ്മൻചാണ്ടിയോടുകൂടി അത് അവസാനിച്ചു. അങ്ങനെ ആ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിച്ച ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. വാ തുറന്നാൽ മണ്ടത്തരേ പറയും. അത് അങ്ങനെ പോയി കിട്ടി. മറ്റേ ഒരു മുസൽമാനെ ഗൾഫിൽ വിളിച്ച് സംസാരിച്ചൊരു കാര്യം കോയെന്ന് എന്താ പറഞ്ഞിട്ട് അയാൾ പൊന്നാനിയിലുണ്ട്, അപ്പോഴാണ് ഗൾഫിലെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചത്. എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ മറ്റേ അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ഇപ്പോൾ ചാടിയ ആളാണ് രമേശ് ചെന്നിത്തല. ഇടയ്ക്ക് NSS അടക്കം പെരുന്ന പോപ്പടക്കം എല്ലാം വരും തള്ളി പറയും ചെയ്യും. ഇപ്പം പെരുന്ന പോപ്പടക്കം യഥാർത്ഥ നായർ അതും രമേശിന് ഭയങ്കര ദോഷം ചെയ്യും. കാരണം അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു, എന്നെ ഒരു നായരുടെ കള്ളിയിൽ പെടുത്താൻ നോക്കണ്ട, ഞാൻ അങ്ങനെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെ വാലിൽ നിൽക്കുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റുന്ന പണിക്കര് തന്നെ അല്ല ഇയാൾ തന്നെ പോപ്പ് തന്നെ ആ കള്ളി കയറ്റി. അതിനു മുമ്പ് ശശി തരൂരിനെയും കയറ്റി. ഡൽഹി നായരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു, പിന്നെ പറഞ്ഞു നല്ല കറകളഞ്ഞ കേരള നായരാണ്, പാലക്കാട് നായരാക്കി. അപ്പം ഞാൻ പറയുന്നത് വർത്തമാനകാല കേരളത്തിൽ ഇപ്പം തന്നെ ധനകാര്യ ഉപമന്ത്രിയായിട്ട് തോമസ് ഐസക് ഇരിക്കുന്ന കാലത്ത് ലോട്ടറി വിവാദം അടക്കമുള്ള ഒരുപാട് ഇഷ്യൂസിൽ VD സതീശൻ ഇടപെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ ഒരാളാണ്. തീർച്ചയായിട്ടും. പക്ഷേ പ്രതിപക്ഷ നേതാവായപ്പോൾ ഇതുപോലൊരു കൂതറയെ ഞാൻ കണ്ടില്ല. ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു. ദയനീയ പരാജയമായിപ്പോയി. ഞാൻ കൂതറാന്നേ പറയുള്ളൂ. അത്ര നിലവാരമില്ലാത്തവനായിപ്പോയി. ഏതിനെയും കയറി എതിർക്കുക, എന്ത് മണ്ടത്തരങ്ങളും നിയമസഭയിൽ സ്പീക്കറെയൊക്കെ വെല്ലുവിളിക്കുന്നു ഡയസി കയറിയിട്ട്. അയാൾ സ്പീക്കർ നിങ്ങൾ മറ്റേ എന്നാ പഠിപ്പിക്കണ്ട, ഞാൻ 50 വർഷമായിട്ട് ഞാൻ MLA ആണെന്ന്. 50 വർഷം MLA ആവുന്ന നല്ല ക്വാളിറ്റി, 1 വർഷമായാലും ശരി ആ പെരുമാറുന്ന രീതി. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേട്ടെ. റിയാസ് എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് ഇവിടെ, എല്ലാവരും ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമോൻ മന്ത്രി. ആ റിയാസിൻ്റെ വായിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു മണ്ടത്തരമോ ധാർഷ്ട്യമോ വരും നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇത് സതീശൻ പ്രതിപക്ഷ നേതാവായതോടുകൂടി അയാൾ കോൺഗ്രസ്സിലായാലും ശരി ഭരണകക്ഷിയോടായാലും ശരി പെരുമാറുന്ന ഒരു സമീപനം ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കൂതറ സമീപനം. മറ്റേ ഭയങ്കര ധാർഷ്ട്യം മാത്രമല്ല, നമുക്ക് പുച്ഛം തോന്നും അയാളോട്. അയാളുടെ ശരീരഭാഷ തന്നെ ഒരു പുച്ഛമാണ്. ഇപ്പോൾ എല്ലാവരോടും പുച്ഛം. അദ്ദേഹം വലിയ ഞാനൊരു ഒന്നൊന്നര ആള് ഇയാൾ നമ്മളെല്ലാം പറയുന്നത് എന്താ, പിണറായി വിജയൻ പത്രക്കാരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞു. ഇയാൾ പച്ചയ്ക്ക് പറയാം, നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പത്രസമ്മേളനത്തില്ല. പക്ഷെ അതിവിടെ മനോരമമാർക്ക് വേണ്ടല്ലോ. മനോരമമാർക്ക് ഇതൊന്നും വാർത്തയല്ലല്ലോ, പിണറായി എന്ത് പറയുന്നു എന്നുള്ളതാണല്ലോ വാർത്ത. ഒരു പത്രക്കാരൻ, ഞാൻ പറഞ്ഞ ആ പത്രക്കാരൻ അപ്പം എണീറ്റിട്ടുണ്ട്, തൻ്റെ കുടുംബസ്വത്താണോ എന്ന് ചോദിക്കണ്ടേ? താൻ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, താൻ ഇറക്കിവിടാൻ താൻ ആരോടോ ഒന്ന് കേൾക്കണ്ടേ? ഞാൻ പത്രക്കാരനാവത്ത നന്നായി എന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നു. കാരണം ഈ പത്രസമ്മേളനത്തിന് വേണ്ടിയെങ്കിൽ ഞാൻ എന്തെല്ലാം ആരുടെ എല്ലാം കയറി ഉടക്കിയെന്നെ. അപ്പം ഞാൻ പറയുന്നത് പിന്നെ ഉള്ളത് സുധാകരൻ, പ്രായത്തിൻ്റെ അവശത. മറ്റേ ആ പുരാവസ്തു കൊണ്ടുവരുന്ന ഒരു കള്ളയുണ്ടല്ലോ, മോൻസൺ മാവുങ്കൽ, അവനെ കൊണ്ട് കണ്ണ് ട്രീറ്റ് ചെയ്ത മനുഷ്യനാണ്. അല്ല സ്കിന്നോ കണ്ണോ എന്തൊക്കെ ട്രീറ്റ് ചെയ്ത മനുഷ്യനാണ് സുധാകരൻ. അപ്പം അയാൾ ഒരു മുഖ്യമന്ത്രി ആകാനുള്ള അവസ്ഥ ചോദിക്കുക. ഈ പറഞ്ഞല്ലാണ് എന്ത് മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നു എന്ന് അടുത്തിരിക്കുന്ന ഷാഹിദ, മറ്റേ ഷാഹിദ കമലല്ല, മറ്റേ ഷാഹിദ കോൺഗ്രസിൽ നിന്ന് പോയല്ലോ, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു മൈക്ക് 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 മൈക്ക്. അപ്പോഴും പറഞ്ഞു മൈക്കാ മറ്റേ മറ്റേ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തമിഴിൽ തലമുടിയെ പറയുന്ന ചീത്ത വിളിക്കുന്നു. ആര്? സതീശനെ, പ്രതിപക്ഷ നേതാവില്ല. ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയുള്ള അവസ്ഥ ചോദിക്കുക. അതൊക്കെ എനിക്ക് കാലണ മെമ്പർഷിപ്പ് മാത്രം മതി, ഇനി ഞാൻ അധികാര സ്ഥാനങ്ങളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിൽ തിരിച്ചു കയറി വന്ന മുരളീധരൻ. എത്ര KC വേണുഗോപാൽ ഡൽഹിയിൽ മറ്റേ നുണ പറഞ്ഞ് ഒപ്പിച്ച് അമ്മയുടെയും മോൻ്റെയും പ്രീതി പിടിച്ചു മാറ്റി നടക്കുന്ന KC വേണുഗോപാൽ. പിന്നെ ഇതെല്ലാം പേര് കുഞ്ഞാപ്പയാണെങ്കിൽ മുഖ്യമന്ത്രി ആയി അടങ്ങുന്നു നടക്കുക. ആർക്ക്? കുഞ്ഞാലിക്കുട്ടി. അല്ല, അത് ഈ 2026 അതൊക്കെ സംഭവിക്കും. അല്ല, സംഭവിക്കാതിരിക്കാൻ മലയാളി മനസ്സിലാക്കട്ടെ. ഇതൊക്കെ ഞാൻ അത്രേ പറയുള്ളൂ. മലയാളി ഈ മുസ്ലിം ലീഗിന് UDF നിൽക്കുമ്പോൾ തന്നെ എന്തായിരുന്നാലും അവർക്ക് 10 വർഷത്തിലധികം ഒന്നും പ്രതിപക്ഷത്തിരിക്കാൻ കഴിയില്ല. പൊളിഞ്ഞു പോളിസായി. പിന്നെ 2026 അവരെന്തായിരുന്നാലും LDF അധികാരത്തിൽ വന്നാലും UDF അധികാരത്തിൽ വന്നാലും അവരുണ്ടാവും, മുസ്ലിം ലീഗ് ഉണ്ടാവും. കാരണം എന്താ, അല്ലെങ്കിൽ SDPI ഒക്കെ കയറി വളരും. അവർ മുസ്ലിം ലീഗ് ഒന്നും അല്ലാതായി പോകും. പാണക്കാട് തങ്ങളെ മാത്രം പ്രതീക്ഷയിൽ കടാക്ഷത്തിൽ എത്ര കാലം ഒരു പാർട്ടി നിൽക്കില്ല, അധികാരമില്ലാതെ. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും മുഖ്യമന്ത്രിമാർക്കിടയിൽ ഞാൻ പറയും കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സർവ്വതാ യോഗ്യൻ ശശി തരൂരാണെന്ന് പറയും. അത് ഇന്നലെ മിനിയാന്ന് ഞാനൊരു ഇത് കണ്ടു, LDFിലെ ഏതോ നേതാവ്, മാസ്റ്റർ പാർട്ടിയിലെ ഏതോ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് തള്ളിക്കളഞ്ഞാൽ ശശി തരൂർ അനാഥനാകില്ല. തോമസ് ഐസക് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് തോമസ് ഐസക്കും ഒരു നിയതമായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായിട്ട് നടക്കുന്ന ഒരാളല്ല. അപ്പോൾ തോമസ് ഐസക് പറഞ്ഞ ആ വരികൾക്കിടയിലൂടെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ
എന്തുകൊണ്ട് 2026 ഇലക്ഷനിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം യുവമാരെല്ലാം കൂടി UDF എല്ലാം കൂടെ വരുത്തുന്നതാണ്. യുവമാരെല്ലാം കൂടെ അല്ല ഭരണത്തിൻ്റെ മികവ് അതൊക്കെ ഇവിടെ സെക്കൻഡറി. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വരികയും എന്തുകൊണ്ട് ഒരു പരീക്ഷണം നടത്തിക്കൂടാ? ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് LDFന് എന്തുകൊണ്ട് കേരളത്തിൽ അടുത്ത 5 വർഷം ഭരിച്ചുകൂടാ? കേരളത്തിൻ്റെ സ്വഭാവം മാറും. തീർച്ചയായിട്ടും സ്വഭാവം മാറും കേരളത്തിൽ. മനസ്സിലായോ? ഈ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ അറിയോ, പെരുന്ന പോപ്പും മറ്റേ കണിച്ചുകുളങ്ങര പോപ്പും എല്ലാം എനിക്ക് പിന്തുണയും കൊടുക്കും. അങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കോൺഗ്രസ്സിന് കിട്ടുമോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവന്മാരെല്ലാം കൂടി ചാടിച്ച് അയാളെ പുറത്താക്കണം. ദിവസവും ഈ മുരളീധരനൊക്കെ പറയുന്ന കമൻറ്റുകളൊക്കെ നിർദോഷമായ കമൻ്റ് എന്ന് വിചാരിക്കാം. പക്ഷേ അത് കേൾക്കുമ്പോൾ പിന്നെ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവണം ഭയങ്കരമായിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യുക. യവന്മാരെ പോലെ ഈ രാഷ്ട്രീയം ഉപജീവനമാക്കിയവർ മാത്രമേ തലപ്പത്ത് വരാവൂന്ന് ഇവരൊക്കെ കുടുംബ പോലെ കൊണ്ടു കിടക്കുക. ഞാൻ കേട്ടെ മുരളീധരന്, ശശി തരൂരിനെ ആക്ഷേപിക്കുന്ന മുരളീധരൻ എന്ത് യോഗ്യതയുണ്ട്? അച്ഛൻ്റെ കെയർ ഓഫ് ഇല്ലായിരുന്നെങ്കിൽ അയാൾ എവിടെയെങ്കിലും എത്തുമോ? എത്തൂല. അയാളൊക്കെ ശശി തരൂരിനെ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞു. അയാൾ വിവരമുള്ള ആളല്ലേ, കേന്ദ്രത്തിൽ പിടിപാടുള്ള ആളല്ലേ, മറ്റേ ഹൈക്കമാൻഡിൽ ഇതുള്ളല്ലേ, ഇത് ദേശീയ സമിതിയിലൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ, ACC സമിതിയിലൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എംപിമാരെല്ലാം കൂടെ അവസാനം സഹിക്കെട്ട അയാളെ അവധിയിൽ നിന്ന് പുകച്ച് ചാടിക്കുമോ എന്നാണ് എനിക്ക് പേടി. അങ്ങനെ പുകച്ച് ചാടിച്ചാൽ വേറൊരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ രാജീവ് ചന്ദ്രശേഖർ കയറി ജയിച്ചു കളയുമെന്നാണ് എനിക്ക് അതിനേക്കാളും പേടി. BJP വീണ്ടും വീണ്ടും ചിലപ്പോൾ BJP എനിക്ക് ജയിക്കാം. കാരണം ഒരു 5000 കോടിയൊന്നും മുടക്കാനായിട്ട് യാതൊരു മടിയും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കിയ നിയമമണ്ഡലം തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരത്ത് ആട്ടോറിക്ഷക്കാരൻ്റെ വോട്ടും ചോദിച്ചിട്ട് മറ്റേ ഇയാൾ നമ്മളെ പന്നിയം പോയി 10 രൂപ കടം വാങ്ങിക്കും. ഒരു വോട്ടും 10 രൂപ തരാൻ പറഞ്ഞാൽ ആരും കൊടുക്കും? ആലോചിച്ച് വോട്ട് അവിടെ പോയി. പിന്നെ CPIക്ക് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്ര കാലം തോറ്റാലും സീറ്റ് വിട്ടു കൊടുക്കില്ല. ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ്, ഞങ്ങൾ നേതാക്കൾ, ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരം വിടില്ല. ചില സീറ്റുകളെ അവർ വിടില്ല. മാസത്തിൽ അതൊക്കെ വിട്ടുകൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ അറിയുന്നു VD സതീശനെതിരെ ഇത്തവണ LDFൽ CPM ആയിരിക്കും മത്സരിക്കുന്നത്. CPIയുടെ സീറ്റാണ്. അത് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്, വച്ചു മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോൾ അവിടുന്ന് സതീശനും മാറാനുള്ള സാധ്യതയുണ്ട്. സതീശനും അവിടുന്ന് പരവൂര് വരാനുള്ള സാധ്യത കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സതീശൻ ഇപ്പോൾ നോട്ട് ഇട്ടിരിക്കുന്നത് എറണാകുളത്തിൽ. അതായത് എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഉമാ മണ്ഡലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് അതെ, തൃക്കാക്കരയിൽ എത്തുക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ അവിടെ LDF ചിലപ്പോൾ CPMന് സാധ്യതയുണ്ട്. അവിടുത്തെ ഭയങ്കര എതിർപ്പ് ഒരുപാട് എതിർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഗോപ, ശശി തരൂരിനെ LDFനും UDFനും പരീക്ഷിക്കാവുന്ന ഒരു നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും, ലീഗ് ഇപ്പോൾ എന്തോ അകന്ന് നിൽപ്പുണ്ടെങ്കിൽ പോലും ലീഗിൻ്റെയും സമസ്ത അടക്കമുള്ള അവരുടെ ആ പോഷക സംഘടനകളുടെയും NSSൻ്റെയും SNDPയുടെയും പിന്തുണ ശശി തരൂരിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ എനിക്ക് സംശയം ഉണ്ടാകുന്നത് ഈ രമേശ് ചെന്നിത്തല എപ്പോഴും ഇപ്പം ദിനേശേട്ടൻ പറഞ്ഞ പോലെ ചില മണ്ടത്തരങ്ങളൊക്കെ പുള്ളി ചെയ്യാറുണ്ട്, അതിൽ ഞാൻ ചാടാറുമുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പെർഫോമൻസ് ഒന്നും അത്ര പോരെ, പരാജയമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് അതുകൊണ്ടാണ് ഇയാൾ ഓവർ സ്മാർട്ട് കളിക്കുന്നത്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ അബദ്ധം എനിക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ സ്ഥാനത്തും അസ്ഥാനത്തും കയറി മംഗത്തരങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടും. ഇല്ലെങ്കിൽ നല്ല നേതാവാണ് VD സതീശനെ. അത് അവരല്ലേ തോമസ് ഐസക്കിൻ്റെ അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിച്ച് ചെയ്യുന്ന ആളെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചു, ബ്ലൂബെറി പാലക്കാട്ട് വന്നാൽ ഇവിടെ കുടിയന്മാരുടെ എണ്ണം കൂടുതലാണ് പുള്ളി പറയണേ. നമുക്ക് എത്ര ലക്ഷം ലിറ്റർ സ്പിരിറ്റാണ് കർണാടകയിൽ നിന്ന് വരുന്നത്? അത്രയും പൈസ നമ്മളെ കേരളത്തിന് കിട്ടുമെങ്കിൽ എന്തായാലും ഇവിടെ കുടിയന്മാർ കുറയുന്നില്ല. ഒരിക്കലും ഓണത്തിനായാലും ക്രിസ്മസിനായാലും ചാലക്കുടി എത്ര കുടിച്ചു, അതിനേക്കാളും ഞങ്ങൾ 5 ലക്ഷം ലിറ്റർ കൂടുതൽ ഞങ്ങൾ കുടിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയും മത്സരിക്കുക. അപ്പോൾ കുടിയന്മാരൊന്നും ഈ KCBC ഒക്കെ അത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള സംസ്ഥാനത്ത് നമുക്ക് ആവശ്യമുള്ള സ്പിരിറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ ഒരു കമ്പനി വരികയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു പെർമിഷൻ കൊടുക്കണ്ട? മദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മദ്യ ഉപയോഗം കൂടുന്നു, മദ്യത്തിൻ്റെ ഉപഭോഗം അല്ല, മദ്യ ഉപയോഗം കുറഞ്ഞ ആൻ്റണിയുടെ കാലത്ത് കുറഞ്ഞതിൻ്റെ തിക്താനുഭവം നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. ഈ 5 പിള്ളേരെ 5 വീട്ടിൽ 5 പേരെ കൊന്നതൊക്കെ മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗം ഉണ്ടായത് ഈ മദ്യ നിരോധനം വന്നതോടെയാണ്. മറ്റേ നേരെ മറിച്ച് കേരളത്തിൽ നല്ല മദ്യം കൊടുക്കുന്ന, സ്പിരിറ്റ് കൊടുക്കുന്ന നല്ല ഷാപ്പുകളും നല്ല കള്ള് ഷാപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഞ്ചാവും ഈ LSD ഒക്കെ വന്ന് കയറില്ലായിരുന്നു. ഇപ്പം എന്ത് വരുന്നത്, കേരളത്തിലെ പുതിയ ജനറേഷൻ മുഴുവൻ ഒരു 13 വയസ്സായ കുട്ടികളെല്ലാം ലഹരിക്ക് അടിമകളായി. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബ്ലൂബെറി പോലുള്ള ഒരു ഏത് വന്നാലും ഇവൻ പറയുന്നത് എന്താണെന്ന് പറയും. ഈ സതീശൻ ഇവനെന്ന് അറിയാതെ പറഞ്ഞു പോയതാ. സതീശൻ പറയുന്നത് ഞങ്ങൾ വന്നാൽ അതിനെ പൂട്ടും,
കേരയിൽ ഞങ്ങൾ പൂട്ടും. ഗെയിൽ പൈപ്പ് പദ്ധതി പൂട്ടും, ഒന്നും തുറക്കുമെന്ന് പറയില്ല. ഇപ്പോൾ ആഗോള മറ്റേ വ്യവസായ സംഗമം നടന്നല്ലോ കൊച്ചിയിൽ മെനങ്ങാന്ന്. അതിൽ സതീശൻ പ്രസംഗിച്ചത് കേട്ടോ, പ്രതിപക്ഷത്തിൻ്റെ കലവറയില്ലാത്ത പിന്തുണ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയണത് ഇതൊന്നും നടക്കൂല പുല്ല്. അല്ല, ഈ എതിർപ്പുകൾ ഇപ്പോൾ ബ്രൂവറി ആണെങ്കിലും ഇതുപോലുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളിലാണെങ്കിലും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും ഒരിക്കലും സംസ്ഥാനത്തിനും ഗുണം ചെയ്യുന്നതല്ല. അപ്പോൾ ഇവിടെ ഞാൻ തീരദേശ റോഡ് വന്നാലേ വിവരം അറിയുമെന്ന് പറഞ്ഞ ആളാ. അതെ അതെ അതെ. ഇപ്പൊ പളവളവള കെട്ടിയിട്ടിരിക്കുക തീരദേശ റോഡുകൾ മാത്രമായിട്ട്. ഇനി സതീശ് യാത്രയുടെ മുഴുവൻ അതിലായിരിക്കും. ഇപ്പൊ പറയാണ് കിഫ്ബി കണ്ടവൻ്റെ നിന്ന് പലിശക്കെടുത്താണല്ലോ ഇതെല്ലാം ചെയ്യണേ. ആ പൈസ തിരിച്ചടയ്ക്കണമെങ്കിൽ നമുക്ക് ചില സോഴ്സുകൾ ഉണ്ടാക്കണം. അപ്പോൾ 400 കിലോമീറ്റർ കുണ്ടിട്ട റോഡുകളിലൂടെ പോണതിനേക്കാൾ മണിക്കൂർ വ്യത്യാസത്തിൽ തീരദേശ റോഡിൽ കൂടെ പോകാമെങ്കിൽ, കിഫ്ബിയുടെ റോഡിൽ കൂടെ പോകാമെങ്കിൽ 2 അല്ലെങ്കിൽ 10 ആവട്ടെ ടോൾ കൊടുക്കണമെന്ന് പറയാം. ഓരോയിടത്തും ടോൾ കൊടുക്കില്ലെന്ന് മാത്രമല്ല, ടോൾ പിരിക്കാൻ വയ്ക്കുന്ന ആളുടെ എല്ലാം അടിച്ചു പൊളിക്കുമെന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. മുരളീധരൻ പിള്ളേരെ ഇറക്കി വിട്ടിട്ട് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് വരിക്കും പോലെ പിള്ളേരെ ഇറക്കി വിടാല്ല. മുരളീധരൻ PC ജോർജ് നിൽക്കുമ്പോൾ നിൽക്കില്ല. അത് നിൽക്കില്ല. പോയി വലിച്ചോടിച്ചൊക്കെ ഇടുമോ? അത് PC ജോർജേ നിൽക്കുള്ളൂ. അപ്പോൾ മുരളീധരൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു പൊതുപ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത വർത്തമാനമാണ് അയാൾ പറഞ്ഞത്. അയാൾ അടിച്ചൊടിക്കുമെന്ന്. കിഫ്ബിക്ക് വേണ്ടി പൈസ പിരിക്കാൻ ടോൾ ബൂത്തുകൾ ഉണ്ടാക്കിയാൽ ആ ബൂത്തുകളൊക്കെ അടിച്ചൊടിച്ച് ഒരു 10-15 പിള്ളേർ ഒരു 5 വർഷം ജയിലിൽ കിടക്കും. ഇത്രയേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ 1000 കോടി ചിലവാക്കി ഒരു പുതിയ റോഡ് കൊണ്ടുവരികയാണെങ്കിൽ ആ റോഡിൻ്റെ പൈസ കിട്ടുന്നത് വരെയെങ്കിലും. ഇപ്പോൾ കേന്ദ്രം പിരിക്കുമ്പോൾ മുരളീധരൻ പോകാത്തത്, തിരുവല്ലത്ത് നിന്ന് ഒരു അടിയുണ്ടാക്കാത്തത് വിവരം അറിയും. ജയിലിടിഞ്ഞാൽ വെളി വരില്ല. അത് ഹൈവേ അതോറിറ്റിയുടെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇതെന്താണ് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. പക്ഷേ അപ്പോഴും എനിക്ക് ഗോവനോട് പറയാനുള്ളത് രാഷ്ട്രീയം പറയല്ല, ക്രിയാത്മകമായ നല്ല കാര്യങ്ങൾക്കൊക്കെ കലവറയില്ലാതെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സതീശൻ ചെയ്യുന്ന അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി പോലും ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരെ മറിച്ച് ഇപ്പോൾ സതീശൻ ചെയ്യുന്നത് എന്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും. കേരളത്തിൽ വേണ്ട. അല്ല, ഇവിടെ ഇപ്പോൾ ഞാൻ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസിനകത്ത് 5ഓളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥികളിലേക്ക് ഇപ്പൊ ഇങ്ങനെ ചർച്ചയൊന്നും വരില്ല. പക്ഷേ ഈ ചർച്ച വരുത്തി വെച്ച 71 സീറ്റ് വരണ്ടേ. അതെ, അല്ല, ഈ ചർച്ച വരുത്തി വെച്ച ഒരു മഹാനുണ്ട് കേട്ടോ, അങ്ങ് പെരുന്നേലും. ആ NSSന്റെ കരുത്തനായ സാരഥി എന്തെന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇതുപോലെ പറയുകയാണ്, എന്തുകൊണ്ടും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് പറഞ്ഞാൽ എനിക്കതിന് തോന്നിയത് സത്യത്തിൽ ഈ സുമാരൻ നായർ ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ സതീശനോ മുരളിക്ക് വേണ്ടി ഒരു പണി പണിഞ്ഞാണോ തോന്നുന്നു. അല്ല, അങ്ങനെ തോന്നുമ്പോ രമേശ് ചെന്നിത്തല ചിലപ്പോൾ വിചാരിച്ചിരുന്നത് എനിക്ക് വേണ്ടി ഒരു സ്വപ്നം കണ്ടു. അതെ അതെ. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ല, അവിടെ മുതലാണ് രമേശ് ഈ കൂടുതൽ ഇപ്പം പത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങിയത്. 2 പ്രതിപക്ഷ നേതാവാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഇപ്പൊ എന്തും പറയാം, രണ്ടുപേരും പറയും. കുറച്ചുകൂടെ ആധികാരികമായി ഞാൻ സതീശൻ പറഞ്ഞതുപോലെ ഞാനും പറയുന്നു, സതീശൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പത്രസമ്മേളനം. ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സതീശന്റെ പത്രസമ്മേളനം. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി അടിപിടി 71 സീറ്റ് കിട്ടാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആവുന്നത്? അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അത് ഇങ്ങനെയാണ് അവരുടെ എന്തോ സർവേയിൽ തന്നെ അവർ 60 സീറ്റ് എന്തോ അവർക്ക് കിട്ടാൻ സാധ്യതകൾ പറയുന്നു. 71 സീറ്റ് കിട്ടാതെ കോൺഗ്രസിന് മാത്രമേ അത് കഴിയുള്ളൂ കേട്ടോ. കോൺഗ്രസിന് മാത്രമല്ല, 30 സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആവാമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. 30 സീറ്റ് കിട്ടിയാൽ കേരളം ഞങ്ങൾ ഭരിക്കുമെന്ന്. എനിക്ക് ഞാൻ ഏത് കണക്കൊക്കെ കൂട്ടിയിട്ട് നടന്നില്ല കേട്ടോ. അതിനകത്ത് കണക്കുകളൊക്കെ ഉണ്ട്, അവരുടെ കയ്യിൽ കുറെ കണക്കുകളൊക്കെ. അതെങ്ങനെ അവർ ആരുടെ കൂടെയും ഗോപൻ എനിക്കൊന്ന് പറഞ്ഞാൽ 30 സീറ്റിൽ BJP ജയിച്ചു. 35 സീറ്റുമായിട്ടാണ് അവർ പറഞ്ഞത്. 35 സീറ്റ് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് ഉണ്ട്. അവര് കൂട്ടും അവസാനം കൂട്ടും. മലപ്പുറത്തിട്ട് കുഞ്ഞാപ്പയ നാട്ടുകാർ ഞോടും. ഇതൊക്കെ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ രാഷ്ട്രീയത്തില്. അല്ല, രാഷ്ട്രീയത്തിലേക്ക് 2-4 അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 35 സീറ്റ് സുരേന്ദ്രന് കിട്ടിയാൽ ബാക്കി 25 ഞങ്ങൾ ഒപ്പിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തെ കുഞ്ഞാപ്പയുടെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പയെന്നല്ല, ഈ ബഹുമാനത്തോടെ കാണുന്ന തങ്ങളില്ലേ, അല്ല, ഇവരില് വെളിയിറങ്ങാൻ പറ്റാതെ ഇവരില് അസംതൃപ്തരായിട്ടുള്ള ഒരു വിഭാഗം UDF-നകത്ത് LDF-നകത്ത് കിടപ്പുണ്ട്. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ഞാൻ ചോദിക്കുന്നത്. കർണാടകയിലും ത്രിപുരയിലും ഒക്കെ നമ്മളതെല്ലാം വിടുന്നു. കർണാടകയിൽ അല്ല, കർണാടക ഗോവ എല്ലാം വിടും. ഞാൻ ഗോവന്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് 35 സീറ്റ് BJPക്ക് കിട്ടിയാൽ UDF-ൽ നിന്ന് അസംതൃപ്തരായ ഏതൊക്കെ പാർട്ടിക്കാരെ കിട്ടാൻ സാധ്യതയുണ്ട്? അല്ല, ഗോവൻ പഠിക്കണ്ടേ? അസംതൃപ്തരായ ഉണ്ട്, പക്ഷേ സീറ്റില്ല. അസംതൃപ്തരുണ്ട്, പക്ഷെ അവർക്കാർക്ക് സീറ്റില്ല. അപ്പൊ പിന്നെ പക്ഷെ ഇവര് പൈസയാണല്ലോ എന്റെ മുഖ്യം. ആയിക്കോട്ടെ, എന്നാലും പറ ഈ ഗോവന്റെ മനസ്സിൽ ഇവരൊക്കെ BJP ഇതിനകത്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചാക്കുകളിൽ പൈസ ഇറക്കുക. മറ്റേ ഗോവയിലും കർണാടകയിലും അതേ രീതി ഇവിടെ
ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവർ 35 ശിവസേനയെ രണ്ടാക്കിയെടുത്തവരാണ്. അതുകൊണ്ടാണ് ശരത് പവാർ ബോംബെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ശരത് പവാറിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ മരുമോനെ കൊണ്ട് പിളർന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതൊരു പ്രശ്നം. അങ്ങനെ ഗോവിന്റെ മനസ്സിലായി സീറ്റ് വന്നാൽ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് ചേട്ടാ. പിന്നെ UDF-നകത്ത് തന്നെ കോൺഗ്രസിനകത്തുള്ള നേതാക്കൾ നിമിഷ നേരം കൊണ്ട് BJP-യിലെത്തും. കോടികൾ കൊടുക്കാമെങ്കിൽ നിമിഷ നേരം കൊണ്ട്. പക്ഷെ അപ്പോഴും 35 സീറ്റ് വേണമല്ലേ? 35 സീറ്റ് വേണം, എങ്കിലേ 3 പോരാ 35 സീറ്റ് തന്നെ വേണം, എങ്കിൽ മാത്രമേ എത്താൻ പറ്റൂ. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് BJP-യുടെ ഒരു നയമാണ്, ഒരു ലൈൻ അതാണ്. അവരങ്ങനെ അല്ല, ഗോവന്റെ ഒരു അനാലിസിസിൽ ശശി തരൂരിനെ LDF സ്വീകരിക്കൂ? അല്ല, ഈ പറഞ്ഞ കാര്യത്തിൽ ഞാനിത് ഒരു വാർത്തയായിട്ട് ഞാനൊരു ഓൺലൈൻ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് CPM-ന് 45 സീറ്റിൽ ഒതുങ്ങിപ്പോവുകയും അതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ CPI-യുടെയും അന്ന് LDF-നെ സഹായിക്കാൻ വരുന്നതിൽ ഒരാൾ കുഞ്ഞാപ്പയായിരിക്കും, മുസ്ലിം ലീഗായിരിക്കും. മുസ്ലിം ലീഗ് ഒരു 25 സീറ്റ് മത്സരിക്കുമ്പോൾ അവരെന്തായാലും ഒരു 20-21 സീറ്റെങ്കിലും അവർ നേടിയെടുക്കും. ഉപമുഖ്യമന്ത്രിയാക്കിയാൽ മതി. ഉപമുഖ്യമന്ത്രിയാക്കാം, മുഖ്യമന്ത്രിയാക്കാം 1.5 വർഷത്തേക്ക്, 3.5 വർഷം CPM മുഖ്യമന്ത്രിയാക്കാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സ്ഥലത്തിലേക്ക് ഒരു നല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശശി തരൂരിനെ അവർക്ക് വേണമെങ്കിൽ കാണിച്ചു. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ടോ? ഇനിയുള്ള രാഷ്ട്രീയ കളിയൊക്കെ അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ആർക്കും അങ്ങനല്ല. ഈ പറയുന്ന 99-ൽ നിന്ന് 45-ലേക്ക് വരാമോ LDF? അല്ല, ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരിക്കലും ഭരണ നേട്ടം കൊണ്ടല്ല മൂന്നാമതും വരാൻ പോകുന്നത്. മറ്റുള്ളവർ തമ്മിലടി കൊണ്ടാണ് ഇവർ വരാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ലഭിക്കാവുന്ന സീറ്റിൻ്റെ ഒരു ആവറേജാണ് ഞാൻ പറയുന്നത്. 45-50 ഇടയ്ക്ക് സീറ്റുകൾ ലഭിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെ എത്തുകയുള്ളൂ. ആ ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമാണ് ഇവരെ വലിച്ചാലും. അപ്പോൾ ഈ ഭരണ നേട്ടത്തിലൊന്നും പറയാനില്ല. അല്ല, ഭരണനേട്ടം അല്ല. അപ്പം ഞാൻ ഗോപനോട് ഒറ്റ കാര്യം കേട്ടോ, 9 വയസ്സായ ഒരു കുട്ടിക്ക് പവർ കട്ട് എന്താണെന്ന് അറിയാമോ? അല്ല ഞാൻ ചോദിച്ചതിന് പറയാം. 9 വയസ്സായി, ജനിച്ചിട്ട് 9 വയസ്സ്. നേട്ടങ്ങൾ അവിടെ അതല്ല, 9 വയസ്സായ ഒരു കുട്ടിയോട്, കേരളത്തിലെ ഒരു കുട്ടിയോട്. ഭരണ നേട്ടങ്ങൾ അവിടെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ആ ഭരണ നേട്ടങ്ങൾ വെച്ചായിരിക്കില്ല അവർ മൂന്നാമതും വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അല്ല, അത് ഭരണവിരുദ്ധ വികാരം ഇവരൊരു ഒന്നിൻ്റെ കൂടെ ഒരു തള്ളായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് LDF സർക്കാർ കഴിഞ്ഞ നിയമസഭയിൽ ഈ ഫെബ്രുവരി മാസത്തിൽ നിയമസഭ കൂടിയ സമയത്തിനകത്തേക്ക് ആ സഭയിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞൊരു തീരുമാനം, VN വാസവൻ സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞൊരു തീരുമാനം ജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതല്ലേ. കേട്ടില്ലെങ്കിൽ അത് കേൾപ്പിക്കേണ്ടതല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്തിട്ടുള്ള വായ്പകൾ അവരുടെ കിടപ്പാടങ്ങൾ വെച്ചിട്ടാണ് പുറത്തിറക്കരുതെന്ന്. അതൊരു വലിയ തീരുമാനമല്ലേ. അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ, അല്ലെങ്കിൽ ഒരു വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞോ? അതിനേക്കാളും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ജഗതി ഏതോ ഒരു പടത്തിലെ ഈ ജനറേറ്ററിനെ എപ്പോഴും നമ്മൾ ഓർക്കുന്നത് കറണ്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഈ തുണിക്കടകളിലൊക്കെ പുറത്തിരിക്കും ജനറേറ്റർ. ജഗതി ഒരു ആട്ടോ കൊണ്ട് നിർത്തിയിട്ട് കറണ്ടുള്ളപ്പോൾ ഈ ജനറേറ്ററിനെടുത്ത് ആട്ടോ വെച്ചോണ്ട് പോകും. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, 9 വയസ്സായ അല്ലെങ്കിൽ 8 വയസ്സായ ഒരു കുട്ടിയോട് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു വലിയ നേട്ടമല്ലേ. അല്ല, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് അടുത്ത വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന റോഡുകൾ ഏകദേശം തിരുവനന്തപുരം കാസർഗോഡ് എല്ലാ റോഡുകളും തീരദേശ റോഡുകൾ അടക്കം പളപളാന്ന് തിളങ്ങാൻ പോകുന്നു. അങ്ങനെയുള്ള റോഡുകൾ ഏകദേശം നവംബറോടുകൂടി ഉണ്ടാകും. പിന്നെ ഈ അഴിമതി പ്രതിപക്ഷമാകുമ്പോൾ പറയണമല്ലോ, നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞല്ലേ, ഈത്തപ്പഴത്തിലെ കുരുവിന് വരെ സ്വർണ്ണ കുരുവും ഖുറാനും ഒക്കെ കൊണ്ടുവന്ന് ഒന്നും നിന്നില്ല. പിന്നെ എന്തെല്ലാം പിണറായിക്കെതിരെ കൊണ്ടുവരാമോ അതെല്ലാം കൊണ്ടുവന്ന് നോക്കി, ആയുധങ്ങൾ വിജയിച്ചില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതാ റെയിലിനെ കുറിച്ച് റെയിൽവേ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ തന്നെ പറയുന്നു, ഞങ്ങൾ പറയുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ചരക്ക് ഗതാഗതം കൂടി ആ പാളത്തിൽ കൂടെ ആക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അവിടെ സുരേന്ദ്രൻ പറഞ്ഞാലൊന്നും തള്ളിക്കളയില്ല എന്ന് ഉറപ്പായി. അതെ. അപ്പം ഞാനിവിടെ പറയുന്നത് ഈ ശശി തരൂരിൻ്റെ വാദങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ ഇത്രയോടെ വിവാദത്തിലേക്ക് എത്തിയതെന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം ദിനേശ് ചേട്ടൻ പറഞ്ഞ പോലെ അത് വലിയ കാര്യമാണ്. കാരണം പഠിപ്പും വിദ്യാഭ്യാസവും കാര്യങ്ങളെക്കുറിച്ച് വിവരമൊക്കെ ഉള്ള രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ മാത്രം എല്ലാം നോക്കി കാണാത്ത അതാ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനപ്പുറം ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിട്ടുള്ള ഒരാളാണ് ഈ ശശി തരൂർ എന്ന് പറയുന്നത്. പുള്ളിയുടെ ബാക്കിയുള്ള പക്ഷെ അങ്ങനെയുള്ള ഒരാൾ കേരളം ഭരിച്ചാൽ കുറച്ചുകൂടി മെച്ചമാകും, സാധ്യതയുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന പോലെ കോൺഗ്രസിനകത്തോ UDF-നകത്തോ നിന്നാൽ അദ്ദേഹത്തിന് നടക്കാൻ ഒരിക്കലും സാധ്യതയില്ല. തോപ്പിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹരിപ്പാട് തോറ്റിരിക്കും, അത് ഇവരെ തന്നെ തോപ്പിക്കും. അതിന്റെ ഭയമാണ് സതീശൻ അവിടെ നിന്ന് വരുന്നത്. എന്ന് മാത്രമല്ല, ഹരിപ്പാട്ടിൽ നിന്ന് ആ സീറ്റ് ജയിച്ച പാവം
ബാബു പ്രസാദ് എന്നൊരു പാവം മനുഷ്യൻ ജയിച്ച പുള്ളിയാണ് സീറ്റാണ് തിരിച്ചു കരഞ്ഞുകൊണ്ടാണ് അതെ, മാറിക്കൊടുത്തത്. അതെ, അതെ. അപ്പം അതിനുശേഷം രമേശ് ചെന്നിത്തല ഇത്രയും ഈ 9 വർഷത്തിനിടയിൽ ഒരു സഹായമൊക്കെ ചെയ്തിട്ടില്ല. മുമ്പും ചെയ്യാറില്ല. അതെ, ഞാൻ ബാബു പ്രസാദിനെ കാണുമ്പോൾ ഈ പത്മരാജൻ ട്രസ്റ്റിൻ്റെ ആളാണ്. അതെ, അതെ. അപ്പോൾ ഞാൻ ബാബു പ്രസാദിനെ കാണുമ്പോൾ കാലയ്ക്ക് ഒരു ഹതഭാഗ്യനായ മനുഷ്യൻ. കാരണം ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച ഒരു മനുഷ്യനെ പുല്ലുപോലെ തൂക്കിയെടുത്ത് എറിഞ്ഞിട്ട് പാർലമെൻറ്റിൽ തോറ്റവും കയറി ആ സീറ്റിൽ നിന്ന് ജയിച്ചതാണ്. ഇപ്പം നമ്മൾ ഈ ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഈ ബാക്കിയുള്ളവർ പരസ്പരം തോറ്റ് പിന്നാം അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റ് മിക്കവാറും റെഡിയാക്കും. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ളൊരു അവസരം ശശി തരൂരിന് ലഭിക്കുകയും അത് ലഭിക്കാൻ ഇവർ കൊടുക്കൂല. പക്ഷേ അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാർട്ടി ഇപ്പം ദിനേശ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞ വാചകം അനാഥനാവില്ല എന്ന് പറഞ്ഞ ഒരു വാചകം വളരെ വലുതല്ലേ. അതിനെ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റുമോ? എ കെ ബാലൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എ കെ ബാലൻ പറഞ്ഞ ശശി തരൂരിനെ പോലൊരു നേതാവ് ഏതൊരു പാർട്ടിയിലാണെങ്കിലും മികവുറ്റ നേതാവായിരിക്കും. പിന്നെ തീർച്ചയായും. അപ്പോൾ അങ്ങനെ പറയുന്ന ആ വാദങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. CPM നാളെ ഇദ്ദേഹത്തിനെ കണ്ടില്ല എന്ന് അടിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ പിണറായി വിജയൻ 81 വയസ്സാവുകയാണ് 2026 ആകുമ്പോഴത്തേക്കും. പാർട്ടിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥകൾ അതിന് സമ്മതിക്കുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ മാറേണ്ടി വരും. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അടുത്തത് ആര് എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഒരു അധികാരവും വീണ്ടും ഒരു മന്ത്രിസഭയും ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ രാഷ്ട്രീയ കളികളാണ് എപ്പോഴാണ് ഇതൊക്കെ മാറുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് പറഞ്ഞു നമ്മൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ താഴെ വന്നിട്ട് കമന്റ് ഇട്ട് നമുക്ക് തെറിയ അഭിഷേകം നടത്തുന്ന ഒരുപാട് പേരുണ്ടാവും. എങ്കിലും പറയുന്ന സാധ്യതകളാണ്. അതെ, അത് നമ്മൾ ഇതിന്റെ സാധ്യതകളെ പറയുന്നത് അല്ല. നമ്മളാരും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ വിചക്ഷണർ അതെ അത്തരത്തിലുള്ള വിശാരദന്മാരൊന്നുമല്ല നമ്മൾ. അത് ആദ്യമേ പറയുകയാണ്. പക്ഷേ എങ്കിലും ചിലപ്പോൾ ചില സാധ്യതകൾ രാഷ്ട്രീയമാണ്, പലതും സംഭവിക്കാം, പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ സ്വീകരിച്ച് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വികസന സ്വപ്നങ്ങളെ കാണാൻ UDFന് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ LDFന് തന്നെയല്ലേ സാധ്യത? കാണുന്ന അങ്ങനെയാണ്. അല്ല, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം എന്താ അറിയോ, ഞാൻ നേരത്തെ പറഞ്ഞാൽ VK കൃഷ്ണമേനോനെ പോലെ നല്ല കേന്ദ്രമന്ത്രിയായിരുന്നില്ല. VK കൃഷ്ണമേനോനെ പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ പോലെ അല്ലെങ്കിൽ ഗഡ്കരിയെ പോലെ. ഗഡ്കരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, കേരളത്തിൻ്റെ റോഡിൻ്റെ സാധ്യതകൾ മുഴുവൻ എല്ലായിടത്തും അയാൾ ഇവിടുന്ന് ഒരുപാട് പാര പോയിട്ട് പോലും അയാൾ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ ആളാണ്. എന്നിട്ട് എല്ലാം പിണറായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും റോഡിന് വേണ്ടി ചെയ്തു. അതുപോലെ തന്നെ പിണറായിയും ഗഡ്കരി പറയുന്ന ഏതും കേൾക്കുമായിരുന്നു. അല്ല, നല്ലൊരു നേതാവാണ്, നല്ല നേതാവ്. കാരണം ഈ പറഞ്ഞ പോലെ കാവിക്കുപ്പായി വിട്ട് നടക്കുന്ന ആളല്ല, എപ്പോഴും എക്സിക്യൂട്ടീവ് സ്റ്റൈലിലാണ്. എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്ന അതുപോലുള്ള ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ശശി തരൂരിനെ LDF എടുക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയാൽ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ വീണ്ടും ചിറകടിച്ച് പറക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അപ്പോഴും ഞാൻ ഗോപൻ പറഞ്ഞൊരു കാര്യം, അവർക്ക് വീണ്ടും UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കണം. ഒരിക്കൽ കൂടി മോഡിയുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും BJPയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതെ, അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ UN സെക്രട്ടറി ജനറലായി മത്സരിക്കണം, ന്യൂയോർക്കിൽ താമസമാക്കണം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വലിയ സ്വപ്നങ്ങൾ. കാരണം വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരളത്തിലെത്തി 4 വർഷത്തോളം അദ്ദേഹം ഇവിടുത്തെ തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ട് മത്സരിച്ച് ലോക്സഭയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം ശ്രമിച്ചു നോക്കി 4 തവണ. ഏകദേശം 20ഓളം വർഷമാകാൻ പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇനി രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നില്ല. അത് അദ്ദേഹം ക്രൈസ് പോയി. ഒന്നാമത്തെ കാര്യം ഇതുപോലൊരു പാർട്ടിയിലായതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഈ പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ പാർട്ടിയിൽ നിൽക്കുന്നത് ആകപ്പാടെ ശശി തരൂരിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചാവടി യന്ത്രങ്ങൾക്ക് പോണ പരിപാടി മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. അല്ല, ഇവിടെ ഒന്നും ചെയ്യാൻ. പിന്നെ മറ്റേ റോഡിൽ വെക്കുന്ന ലൈറ്റ് ശശി തരൂർ വക, ഇത് മാത്രമേ ഉള്ളൂ. ശശി തരൂരിൽ നിന്ന് അതൊന്നും അല്ല കിട്ടേണ്ടത്. അതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവിനെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി തരംതാണ് പോയി കോൺഗ്രസ്. അപ്പോൾ ഈ ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ സ്വപ്നങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ അല്ലറ ചില്ലറ രാഷ്ട്രീയത്തിൽ നിൽക്കലല്ല, ലോക്കൽ നേതാവല്ല. അതെ, ലോക നേതാവാവുക, ലോകത്തോട് സംവദിക്കുക എന്നൊക്കെയാണ് ശശി തരൂർ. നമ്മൾ എത്ര കളിയടിച്ചാലും ശരി, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ യോഗ്യനായ. കാരണം ഞാൻ ആലോചിക്കുന്നത് ഇപ്പം മോഡിയുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഭാഷയാണ്. അതെ, മോഡി ശശി തരൂരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ ലോക നേതാക്കളുമായിട്ട് എത്ര ഭാഷ അറിയാം. ഭാഷ ഒരു പ്രശ്നമല്ല. പ്രധാനമന്ത്രിയാക്കാൻ വരെ യോഗ്യനായിട്ടുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ AICC ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ആവാൻ വരെ സമ്മതിച്ചിട്ടില്ല. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന പാവ മനുഷ്യൻ അല്ല, അയാളെ പോലെ കൊണ്ട് ഈ രാഹുൽ ഗാന്ധിയെങ്കിലും, സോണിയ പോട്ടെ, രാഹുൽ ഗാന്ധിയെങ്കിലും ഒരിക്കലും ശശി തരൂരിനെ പോലെ ഒരാളിനെ AICCയുടെ പ്രസിഡന്റ് ആക്കണമായിരുന്നു. അല്ല, അതെന്താണെന്നറിയാമോ, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാലിനെ പോലൊരു പുഴു
അത്തരത്തിലുള്ള ഒരുത്തൻ ഉള്ളിടത്തോളം കാലം ആ, രാഹുൽ നാളെ ഗാന്ധി കേട്ടോണ്ടിരിക്കും. ചിന്തിക്കാനുള്ള കഴിവില്ല. കാരണം അദ്ദേഹത്തിന്റെ ചിന്തകൾ തലച്ചോറിന് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പൊ ആ KC വേണുഗോപാലിനെ പോലെ ഒരു കോൺഗ്രസ്സുകാരൻ ഉള്ളിടത്തോളം കാലം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല, ചാരമായി തീരും. അപ്പൊ ശശി തരൂരിനെ പോലെ ഒരാളൊക്കെ പിന്തുണയ്ക്കാൻ നിൽക്കില്ല. KC വേണുഗോപാലിനെ എങ്ങനെ താഴെ ഹൈക്കമാൻഡിൽ നിന്ന് കെട്ടി താഴെ മുഖ്യമന്ത്രിയാകാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തൻ എന്തായിരുന്നാലും ഈ ശശി തരൂരിനെ പോലെ ഒരാളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ ഇദ്ദേഹത്തിന്റെ എല്ലാ സംവിധാനങ്ങളും അടഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വ്യാകുലപ്പെട്ടായിരിക്കും അദ്ദേഹം തിരികെ പോകുന്നത്. ഈ UN സെക്രട്ടറി ജനറലിലേക്ക് ഒന്ന് മത്സരിക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അംഗീകാരം വേണം, മറ്റൊന്ന് ഇന്ത്യൻ സർക്കാരിന്റെ അംഗീകാരം വേണം, ഒപ്പം പ്രധാനമന്ത്രിയുടെ അംഗീകാരം. അതുകൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല, എങ്കിൽ കൂടി അദ്ദേഹം ചില നല്ല കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 100% രണ്ടിട കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചും സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചത് ഞാൻ അതിനെ രാഷ്ട്രീയ കണ്ണിലൂടെ അല്ല കാണുന്നത്. അയാളൊരു വികസന സ്വപ്നത്തിൽ അയാൾ പറഞ്ഞിട്ടില്ല, ഞാൻ റെക്കോർഡുകൾ വെച്ചാണ് സംസാരിച്ചത്, അല്ല DFI കൊണ്ടുവന്ന പഠന പത്രിക വെച്ചിട്ടല്ല. പക്ഷെ അതും ആലോചിച്ചു, കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി ആണ് റെക്കോർഡ് ഇട്ടിരിക്കുന്നത്, അത് അംഗീകരിക്കില്ല എന്ന് പറയുന്ന കോൺഗ്രസ്. അവിടെയാണ് ഈ പാർട്ടിയുടെ നോക്കാം. 2026 ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റും. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സംവിധാനവും ശശി തരൂരിൻ്റെ ഈ വിവാദം കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനും കഴിയുന്നത്. എന്തായാലും 2026 മാറ്റങ്ങളുടെ കാലഘട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം രാഷ്ട്രീയ കളരിയിൽ പലതരത്തിലുള്ള ചുവടുകൾ വെച്ചുള്ള മുന്നേറ്റം നടത്താൻ പല നേതാക്കന്മാരും ഇറങ്ങുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കുക ശശി തരൂർ എന്ന ഈ വിശ്വപൗരനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചിലപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആയേക്കാം. അതിനുള്ള സാധ്യതകൾ ഈ രാഷ്ട്രീയ കളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതാണ് ദിനേശ് ചേട്ടനും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ദിനേശ് ചേട്ടന് നന്ദി.